നമ്മളുടെ മരണം എങ്ങനെയായിരിക്കും? നമ്മളുടെ ജീവിതാന്ത്യം എങ്ങനെയായിരിക്കും? നമ്മളെപ്പോൾ മരിക്കും? എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടാകും. ദുരന്തങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൂട്ടമരണങ്ങളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നും ദാരുണമായ മരണങ്ങളാണ്. നമ്മളുടെ ജീവിതത്തിലേക്ക് മരണം എങ്ങനെയാണ് നടന്നു കയറുന്നത് അറിയണ്ടേ നിങ്ങൾക്ക്? ഞാൻ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങൾക്കായി എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് ഒരു വീഡിയോ നിങ്ങൾക്കായി എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. കാരണം മരണം നമ്മളുടെ ഒപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കാണാം. ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഒരുമിച്ചുള്ള സഞ്ചാരമാണ് ജീവിതം. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവ ത്രികണ വൈഭവത്തല. ആ ത്രികണങ്ങളുടെ ഒരുമിച്ചുള്ള സഞ്ചാരമാണ് ജീവിതം എന്ന് പറയുന്നത്. അതിന് ആത്മാവിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ ബീജാത്മാവിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ 120 വർഷമാണ്. ഇച്ഛാശക്തിയുടെ ഗ്യാരണ്ടി, മനസ്സിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ 3 മിനിറ്റാണ്. ക്രിയാശക്തിയുടെ, ശരീരത്തിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡാണ്. സൈനൈഡ് നക്ക് നോക്കിയാൽ ടേസ്റ്റ് പോലും പറയാൻ പറ്റില്ല. അത്രയും ഗ്യാരണ്ടി നമ്മളുടെ ക്രിയാശക്തിക്ക്, ശരീരശക്തിക്ക്. അപ്പോൾ നമ്മളുടെ ജീവിതം മരണത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടത് ജ്ഞാനശക്തിയാലാകുന്നു. ജ്ഞാനശക്തി മുന്നിൽ നിന്നാണ് നയിക്കേണ്ടത്. തൊട്ടുപുറകിൽ 2 സൈഡിലും ആരുണ്ട്? ഇച്ഛാശക്തിയും ക്രിയാശക്തിയുമുണ്ട്. നമ്മൾ കൈകൾ വീശി നിവർന്ന് നേരെ സഞ്ചരിക്കണം. 2 പക്ഷവും കേൾക്കാൻ ചെവിയുണ്ട്, 2 പക്ഷവും കാണാൻ കണ്ണുണ്ട്. പക്ഷെ അത് 2 പക്ഷവും കേട്ട് 2 പക്ഷവും കണ്ട് നമ്മൾ സ്ട്രൈറ്റായിട്ട് നിവർന്ന് കൈവീശി സഞ്ചരിക്കുക. എന്തിനാണ് കൈവീശി സഞ്ചരിക്കുന്നത്? ഇച്ഛാശക്തി മുമ്പിലേക്ക് കയറാതെ, ക്രിയാശക്തി മുമ്പിലേക്ക് കയറാതെ ജ്ഞാനശക്തിയാൽ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ജീവിത വിജയം സുനിശ്ചിതമാണ്. അങ്ങനെ ജ്ഞാനശക്തി നയിക്കുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള നമ്മളുടെ ജീവിത സഞ്ചാരം നമ്മളുടെ ജീവിത വിജയത്തിലേക്ക് എത്തിക്കും. അതേസമയം നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ, ഏതെങ്കിലും ഒരു പക്ഷം കേൾക്കാതിരുന്നാൽ, നമുക്ക് ദീർഘവീക്ഷണം ഇല്ലാതിരുന്നാൽ, അപ്പോൾ തന്നെ എന്ത് സംഭവിക്കും? നമുക്ക് തൊട്ട് പിന്നിലുള്ള ഇച്ഛാശക്തിയും ക്രിയാശക്തിയും നമുക്കൊപ്പം സഞ്ചരിക്കാം. ലെഫ്റ്റ് സൈഡിൽ ഇച്ഛാശക്തിയാണ്, റൈറ്റ് സൈഡിൽ ക്രിയാശക്തിയാണ്. ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ ഗ്യാരണ്ടി 3 മിനിറ്റാണ്. റൈറ്റ് സൈഡിൽ പുറകിൽ വരുന്ന ആളുടെ ഗ്യാരണ്ടി 30 സെക്കൻഡാണ്. ഇവർ നമ്മളുടെ ഒപ്പം കയറി നടക്കാൻ തുടങ്ങും. നമ്മളുടെ ദീർഘവീക്ഷണം, അറിവ് നഷ്ടപ്പെട്ടാൽ, നമ്മൾ അറിവല്ല നയിക്കുന്നതെങ്കിൽ അപ്പം തന്നെ ആര് കയറി നടക്കാൻ തുടങ്ങും? ഇപ്പം ഈ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും നടക്കാൻ തുടങ്ങും. നമ്മൾ കാതുകൾ മറച്ച്, കണ്ണുകൾ മറച്ച്, ദീർഘവീക്ഷണമില്ലാതെ, അറിവില്ലാതെ നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചാൽ, ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ, ഏതെങ്കിലും ഒരു പക്ഷം നമ്മൾ പിടിച്ചാൽ എന്ത് സംഭവിക്കുന്നു അറിയോ? ഇച്ഛാശക്തിയും ക്രിയാശക്തിയും നമ്മൾ ഒപ്പം സഞ്ചരിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ ആർക്കെങ്കിലും ഇതിനകത്ത് ചെവി കൊടുത്താൽ, കണ്ണു കൊടുത്താൽ, അപ്പോൾ തന്നെ ആര് കയറി വരും? ഇച്ഛാശക്തിക്കാണ് നമ്മൾ ചെവി കൊടുക്കുന്നതെങ്കിൽ ഇച്ഛാശക്തി അപ്പോൾ തന്നെ നമ്മളുടെ മുന്നിൽ കയറി വരും. എന്ത് സംഭവിക്കും? നമുക്ക് ജീവൻ നഷ്ടപ്പെടും. നമ്മുടെ ആത്മശക്തിയെ, അറിവിനെ വിട്ടിട്ട് ക്രിയാശക്തിക്കാണ് നമ്മൾ കണ്ണും കാതും കൊടുക്കുന്നതെങ്കിലോ, ക്രിയാശക്തി നമ്മുടെ മുന്നിലേക്ക് കയറി വരും, നമ്മൾ മരണപ്പെടും. ഈ ഇച്ഛാശക്തിയെയും ക്രിയാശക്തിയെയും മുന്നിൽ നടത്താതെ ജ്ഞാനശക്തി കൊണ്ട് ദീർഘവീക്ഷണത്തോടെ, അറിവോടെ നമ്മൾ നിവർന്ന് 2 പക്ഷവും കേട്ട് 2 പക്ഷവും കണ്ട് സ്ട്രൈറ്റായിട്ട് സഞ്ചരിച്ചാൽ നമുക്ക് 120 വയസ്സ് വരെ ആരോഗ്യത്തോടു കൂടി സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ 120 വയസ്സാകുമ്പോൾ നമ്മുടെ ആത്മാവ് പോയി എന്ന് പറയും. ഇച്ഛാശക്തി കൊണ്ട് ജീവൻ പോകും, ക്രിയാശക്തി കൊണ്ട് മരണം സംഭവിക്കും. ആത്മശക്തിയാൽ സഞ്ചരിച്ചാൽ ആത്മാവിൻ്റെ ഗ്യാരണ്ടി വരെ, ആത്മാവ് പോകുന്നത് വരെ നമുക്ക് സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മളുടെ മരണം എങ്ങനെയായിരിക്കും? ഏത് രീതിയിലായിരിക്കും നമ്മുടെ ജീവിതാന്ത്യമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. ഏത് മാർഗത്തിലൂടെയാണ് നിങ്ങൾ ചരിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക.